ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 8-ാം വാരം ശനിയാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നലെ കർത്താവ് ദേവാലയം മൊത്തം ശുചിയാക്കി കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും കർത്താവിനോട് വന്ന് ചോദിക്കുന്നു, എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? കർത്താവ് അവരോടൊരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം അത് ദൈവികം, സ്വർഗീയമാണോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ മാനുഷികമാണോ? ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഉത്തരം എന്താണെന്ന്. അവരതിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം, അവരെന്തുകൊണ്ട് അതിനെ എതിർത്തു? ഇല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഉത്തരം പറയുന്നില്ല. കർത്താവ് അവരോട് പറയുന്നു, എങ്കിൽ എനിക്കും നിങ്ങളോടൊരു ഉത്തരം പറയാനില്ല. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രധാന പുരോഹിതന്മാരും അല്ലെങ്കിൽ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുടെയൊക്കെ മനോഭാവമാണ്. അവർക്ക് എന്താണ് ശരിയെന്ന്, എന്താണ് സത്യമെന്ന് അറിയാം, പക്ഷെ അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്കറിയാം ക്രിസ്തു ഒരു ശരിയാണ്, ഈശോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അത് അംഗീകരിക്കാൻ അവരെക്കൊണ്ട് പറ്റുന്നില്ല. ഇത് തന്നെയാണ് അവർ നേരത്തെയും ചെയ്തത്. സ്നാപക യോഹന്നാൻ ഒരു ശരിയാണെന്ന് അവർക്കറിയാം. സ്നാപക യോഹന്നാന്റെ അനുതാപത്തിന് വേണ്ടിയുള്ള ക്ഷണം ഏറ്റവും നല്ലതാണെന്ന് അവർക്കറിയാം, പക്ഷെ അത് അംഗീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവര് ക്രിസ്തുവിനെതിരെയാണെന്ന രീതിയിൽ വചനത്തിലൂടെ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഈ പുരോഹിത പ്രമുഖന്മാരും ഈ നിയമജ്ഞരെയും പോലെ നിലപാടില്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നാണ്. ചില സമയത്തെങ്കിലും എന്താണ് ശരിയെന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കുകയും ആ ശരിക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും അവരെ പോലെ ആകുന്നില്ലേ? പലപ്പോഴായിട്ട് നമ്മളും മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇത് ചെയ്യേണ്ടത് മറ്റാൾക്കാരല്ലേ എന്നൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും നിലപാടെടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന നിമിഷങ്ങളില്ലേ? അംഗീകരിക്കാതെ, ശരിയെ അംഗീകരിക്കാതെ വിട്ടുമാറി നിന്ന അവസരങ്ങളില്ലേ? നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയാണെന്ന് എന്താണെന്ന് തിരിച്ചറിയാനും അത് അംഗീകരിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനുമുള്ള ഒരു ധൈര്യം അത് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.